ഒരിക്കലിന്റെ മൂന്നാം ഭാഗം കേൾക്കാം. അതിനുശേഷം പാർക്കിൽ പോകുന്നത് പതിവാക്കി. മിക്കവാറും കൂട്ടുകാരെ ഒഴിവാക്കി, തനിച്ചാക്കി. അത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, അതിന് തന്നെ. കഴിയുന്നതും തനിച്ചു കാണുവാൻ, സംസാരിച്ചിരിക്കുവാൻ. കുട്ടികൾ രണ്ടുപേരും താഴെയുള്ള മണൽപ്പരപ്പിൽ കളിച്ചുകൊണ്ടിരിക്കെ അവരുടെ കാവലിനായി വരുന്ന ചേച്ചിയും ഞാനും മുകളിലത്തെ ആളൊഴിഞ്ഞ നടപ്പാതയുടെ വക്കത്തെ സിമന്റ് സെറ്റിയിൽ ഇരുന്ന് സംസാരിക്കും. മുകളിൽ വാഗമരത്തിന്റെ പച്ചിലപ്പന്തലോ പൂപ്പന്തലോ മാറി മാറി അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന അന്ത്യവെളിച്ചത്തിന്റെ മഞ്ഞയും ചുവപ്പുമാർന്ന നിറം ചുറ്റിലുമുള്ള വിവിധ ജാതി ചെടികളിലും അവയുടെ പലതരം പൂവുകളിലും വർണ്ണസമൃദ്ധിയുടെ ദീപാലങ്കാരം ഒരുക്കി. ആ സന്ധ്യാസൗന്ദര്യത്തിൽ കുളിച്ചിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ ചെറിയ ലോകത്തെ എല്ലാ കാര്യത്തെപ്പറ്റിയും സംസാരിച്ചു. ഞങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കാൻ മറന്നിരുന്നു. കഥ, കവിത, കല എല്ലാത്തിലും അവൾക്ക് നല്ല വിവരമുണ്ടായിരുന്നു. ഒരു ദിവസം കയ്യിൽ ആ ആഴ്ചത്തെ ഒരു വാരികയുമായിട്ടാണ് വന്നത്. അതിൽ അല്പം നീണ്ട ഒരു കഥയുടെ ആദ്യ ഭാഗമുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ച് പേജിൽ വിരലമർത്തി അടയാളം പിടിച്ചാണ് വന്നത്. വന്നപാടെ പറഞ്ഞു, മോഹന്റെ ഈ കഥ നന്നാവുന്നുണ്ട്. ഞാൻ കളിയാക്കി. സി.ജെ. തോമസ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പെണ്ണ് ഞാൻ എഴുതിയത് നന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തോന്നും ഞാൻ എഴുതിയത് ചീത്തയായി പോയി എന്ന്. അവൾ ആ ഫലിതം ശ്രദ്ധിച്ചതേയില്ലെന്ന് തോന്നി. മുഖത്ത് ആദ്യത്തെ അതേ ഗൗരവഭാവം തന്നെ ആയിരുന്നു. പിന്നെ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു, ഈ കഥ ഇത് സ്വന്തം അനുഭവമാണോ? ഞാൻ അവളോടൊപ്പം കൂടി. അല്ലെന്ന് പറയാൻ വയ്യ. അനുഭവങ്ങളും അവയുടെ അനുരഞ്ജനങ്ങളും പ്രതിച്ഛായകളും അറിയാതെ തന്നെ കലയിൽ വന്നു കയറുന്നു. അവൾ അത് കേട്ടുവോ ആവോ, വേറെ എന്തോ ആലോചിക്കുന്നത് പോലെയായിരുന്നു ഇരിപ്പ്. ഒടുവിൽ ചോദിച്ചു, അവസാനം അയാൾക്ക് അവളെ തന്നെ വിവാഹം ചെയ്യാൻ സാധിച്ചുവോ? ഞാൻ ചിരിച്ചു. കഥ മുഴുവനാകട്ടെ, അപ്പോൾ മനസ്സിലാകും. പതിവില്ലാത്ത മൗനം പിന്നെയും. അവസാനം ആത്മകഥയെന്നോണം. എനിക്ക് ഈ കഥ എന്തോ വല്ലാത്ത ഒരു ധൈര്യം തരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാനുള്ള ധൈര്യം? അപ്പോൾ ഒഴിഞ്ഞുമാറി, അല്ല, തെറ്റിപ്പോയി. ധൈര്യം തരികയല്ല, പേടി കുറേശ്ശെ അകറ്റുകയാണ്. ഒരു കടങ്കഥയുടെ ഊരാക്കുടുക്കിട്ടിട്ടാണ് അന്ന് പോയത്. വേറൊരു ദിവസം കുട്ടികൾ മുമ്പേ വീട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ പിന്നാലെ നടക്കുകയായിരുന്നു ഞങ്ങൾ. ആൽത്തറ ചുവട്ടിലെ യക്ഷിയമ്മന്റെ അടുക്കലെത്തിയപ്പോൾ അവൾ അവിടേക്ക് നോക്കി ചോദിച്ചു, പാവം യക്ഷിയമ്മൻ, ഇല്ലാത്ത ആരാധകനെയും കാത്ത്, അല്ലേ? മറുപടിക്ക് പകരം അങ്ങോട്ടും ഒരു ചോദ്യമാണ് നൽകിയത്. ഇല്ലാത്തതെന്നോ? പിന്നെ നിത്യവും കുളിപ്പിച്ച് കുങ്കുമവും ചാർത്തിച്ച് ചെത്തിമാലയും ചൂടിച്ച് തുളസിയിലകളും അർപ്പിച്ച് ഇരുത്തുന്നതാരാ? കുറെ നേരം മിണ്ടിയില്ല. പിന്നെ പതുക്കെ പേടിച്ചെന്നവണ്ണം ശിഥിലമായ സ്വരത്തിൽ, ചിലപ്പോൾ തോന്നും ഞാനാണ് ഈ യക്ഷിയമ്മനെന്ന്. അപ്രതീക്ഷിതമായ പ്രസ്താവനയായിരുന്നതിനാൽ ആദ്യം ഒന്നമ്പരന്നു. ഇല്ലാത്ത ആരാധകനെയും കാത്തിരിക്കുന്ന ഈ യക്ഷിയെന്നോ? അവൾക്ക് വല്ലാത്ത നിരാശയായ പോലെ തോന്നി. ഇല്ലാത്ത, ഒരിക്കലും ഇല്ലാത്ത, അല്ലേ? ഞാൻ ഉറപ്പു നൽകി. ഇല്ലാത്തതെന്നോ? ആര് പറഞ്ഞു? ഉണ്ടല്ലോ, ഇപ്പോഴേ ഉണ്ടല്ലോ. ഇതുവരെ അറിഞ്ഞിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ആരോരുമില്ലാത്ത യക്ഷിയമ്മന്റെ ആൽത്തറയുടെ നേരെ മുന്നിൽ വെച്ചായിരുന്നു വിളറി വെളുത്ത മുഖത്തോടെ അവൾ തലതിരിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. പൊടുന്നനെ എവിടുന്നോ കിട്ടിയ ഒരു പ്രേരണയുടെ ശക്തിയിൽ ഞാൻ യക്ഷിയമ്മന്റെ പാതാരവിന്ദങ്ങളിൽ ആരോ അർപ്പിച്ചിരുന്ന തുളസിയിലകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പിന്നിൽ നീണ്ടു കറുത്ത് തഴച്ച് സമൃദ്ധമായി കിടന്നിരുന്ന അവളുടെ കബരീഭാരത്തിൽ തിരികെ ചാർത്തി പറഞ്ഞു, എന്റെ യക്ഷിക്ക് പൂവില്ല തരാൻ, പകരം പൂവാങ്കുരുന്നില, തുളസിയില. അപ്പോൾ അങ്ങനെ ചെയ്തുവെങ്കിലും ആരെങ്കിലും കണ്ടുവോ എന്നെനിക്ക് ഭയമായിരുന്നു. അവൾ തന്നെയും അതെങ്ങനെ സ്വീകരിക്കും എന്ന അങ്കലാപ്പായിരുന്നു. ഭാഗ്യം, ചുറ്റുവട്ടത്ത് ആരുമുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തും നേരത്തെ തോന്നിച്ച പരിഭ്രമം അശേഷം കണ്ടില്ല. കൈ പിന്നിലേക്ക് നീട്ടി ആ തുളസിയില മുടികൾക്കുള്ളിൽ നിന്നെടുത്ത് കൈത്തരത്തിലാക്കി തലകുനിച്ച് അത് ദീർഘമായി വാസനിച്ചു. എന്നിട്ട് ആ തുളസിയില പിന്നിലെ കറുത്ത വന്യതയുടെ വനസ്ഥലിയിൽ ഒളിപ്പിച്ചിട്ട് എന്റെ നേരെ അഭിമുഖമായി നിന്ന് പറഞ്ഞു, ദേവിയുടെ പ്രസാദം തിരുമേനി തന്നത് എന്റെ ഭാഗ്യം, മഹാഭാഗ്യം. അപ്പോൾ ആ കറുത്ത കണ്ണുകളുടെ കടൽ തിരമാലയിൽ അടിമുടി കുളിച്ച് ശുദ്ധമാകുവേ, ആ ദൃഷ്ടികളുടെ കാന്തശക്തിയിൽ അലിയവേ ഞാൻ എന്നെ സ്വയം തിരിച്ചറിഞ്ഞു. അനുരാഗി.
അവൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം. ഒരു സ്വകാര്യം പറയുന്നത് പോലെ, രഹസ്യം തുറക്കുന്നത് പോലെ ചോദിച്ചു. മോഹനന്റെ അമ്മ ഒരു കഥ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ദേവിയും ആരാധകനും. ഉവ്വല്ലോ. അതിൽ പക്ഷേ ദേവിയെയും ആരാധകനെയും ഒന്നിക്കുവാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. രണ്ടിനും രണ്ട് വഴി. അപ്പോൾ പിന്നെ ഇത് സമ്മതമാകുമോ? ഇവിടെയും രണ്ട് വഴിക്കാരല്ലേ, രണ്ട് ജാതിക്കാരല്ലേ. ഉറക്കെ ചിരിക്കുവാനായിരുന്നു ആദ്യത്തെ പ്രേരണ. പിന്നെ പറഞ്ഞു, പെണ്ണെ, അത് ലളിതാംബിക അന്തർജനത്തിന്റെ കഥാപാത്രങ്ങളല്ലേ. ഇത് സ്വന്തം മകനും അവന്റെ വധുവുമല്ലേ. അവളുടെ മുഖത്ത് വേണ്ടത്ര പ്രസാദം വന്നില്ലെന്ന് തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ കുസൃതി തോന്നി. നീ എന്തിനാ അല്പം മുമ്പ് ഭർത്താവാകാൻ പോകുന്ന ആളുടെ പേര് പറഞ്ഞത്? മോഹനെന്ന്. നമ്പൂതിരിയുടെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പേര് പറയാൻ പാടില്ല. പറഞ്ഞാൽ ഭർത്താവിന് ശാപമേൽക്കും. അവൾ ഞെട്ടുന്നതായി തോന്നി. ഭീതിയോടെ ചോദിച്ചു, ഉവ്വോ, ശാപമുണ്ടാവുമോ? പിന്നെ ഞാൻ എന്ത് വിളിക്കും? പറയൂ. ചിരിച്ച് ഔദാര്യത്തോടെ ഞാൻ വിശദീകരിച്ചു. അറിയാതെ ചെയ്താൽ അപരാധമില്ല, മനസ്സിലായോ? ഇനി പറഞ്ഞാലേ ശാപമുണ്ടാവൂ. അതുകൊണ്ട് ഇനി എന്നെ കുഞ്ഞമ്മൂന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. ഒന്നും മനസ്സിലാകാത്ത മട്ടിലായിരുന്നു ചോദ്യം. കുഞ്ഞമ്മൂന്റെ അച്ഛനോ? ആരാ കുഞ്ഞമ്പൂ? ഞാൻ വിവരിച്ചു. നീ വടക്കൻ പാട്ട് വായിച്ചിട്ടില്ലേ? അതിൽ പറയുന്നില്ലേ, കുന്നിന്മേലുണ്ടൊരു ചൂട്ടാണോ കുഞ്ഞമ്മൂന്റെ അച്ഛനോ മറ്റാരാനോ. കുഞ്ഞമ്പൂന്ന് ഈ പാട്ടിൽ പറയുന്നത് കാത്തിരിക്കുന്ന സ്ത്രീയുടെ മകൻ. മനസ്സിലായില്ലേ? കുഞ്ഞമ്മൂന്ന് നീ പറയാൻ പോകുന്നത് നിനക്ക് പിറക്കാൻ പോകുന്ന മകൻ. എപ്പടി തിരിഞ്ഞോ? അവൾ കുലുങ്ങി ഉലഞ്ഞു ചിരിച്ചു. കണ്ണു നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. സന്തോഷവും നാണവും ഉത്കണ്ഠയും ഉദ്വേഗവും എല്ലാം തികഞ്ഞ് അവൾ അങ്ങനെ നിന്നപ്പോൾ സത്യത്തിൽ എനിക്ക് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്നുണ്ടായിരുന്നു. ആ കൈത്തരത്തിൽ വിരലുകൾ പരസ്പരം കോർത്ത് ഒന്ന് അമർത്തിപ്പിടിക്കുകയെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെയ്തത് അതൊന്നുമല്ല. സന്ധ്യയുടെ മങ്ങിയ നിഴൽ വെളിച്ചത്തിൽ മറ്റൊരു നിഴൽ പോലെ നിന്ന അവളുടെ മൂക്കിന് നേരെ, ആ ദേവീപ്രസാദം ഇപ്പോൾ വാസനിച്ച അവളുടെ മൂക്കിന് നേരെ ഒന്ന് തൊടുവാനായി വലത്തുകൈയിൽ ചൂണ്ടുവിരൽ മാത്രം മെല്ലെ മെല്ലെ നീട്ടി. തൊട്ടില്ലെന്നായപ്പോൾ പിൻവലിച്ചു. വേണ്ട, ഇപ്പോൾ വേണ്ട, അശുദ്ധമാക്കേണ്ട, എന്നോ അന്ന് മാത്രം മതി. പിന്നീടൊരിക്കൽ അവൾ അന്വേഷിക്കുകയുണ്ടായി, എന്താ അന്ന് തൊടാഞ്ഞത്? ഇപ്പോൾ തൊടും എന്ന് വിചാരിച്ച് ഞാൻ കോരിത്തരിച്ചു നിൽക്കുകയായിരുന്നുവല്ലോ. അവൾക്കും അതേ ആഗ്രഹമുണ്ടായിരുന്നു എന്ന അറിവ് ഉന്മാദം നൽകി. എങ്കിലും പക്വതയുടെ സ്വരം പ്രയാസപ്പെട്ട് അഭിനയിച്ചു പറഞ്ഞു, വരട്ടെ, മുഹൂർത്തമാകട്ടെ. ആ മുഹൂർത്ത ദിവസം പിന്നെയും നീട്ടിവെക്കേണ്ടതുണ്ടായിരുന്നു. പരീക്ഷ കഴിയണം, എന്തെങ്കിലും ജോലി കിട്ടണം, പിന്നെ അവളുടെ പരീക്ഷയും കഴിയണമല്ലോ.